Hi, dragon fruit. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അതുണ്ടാകും. അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കായയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാം. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നമുക്കത് കണ്ടാൽ തന്നെ അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അത്രക്കും നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മൾ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും നല്ല ഭംഗിയാണ് ഈ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ. പിന്നെ പുഡിംഗ് ഉണ്ടാക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുമ്പോൾ നന്നായി പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു കറ ഉണ്ടാകും. അപ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവുക നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് എടുത്താലാണ് കേട്ടോ. നമുക്ക് പാല് തിളക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 2 ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലെടുക്കുക. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ വേറൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം, അതിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവ് തോന്നി. അപ്പോൾ ഞാനെന്താ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനൊപ്പം അപ്പുറത്ത് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് അതിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ തിളച്ച പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം ഒന്ന് പാല് നന്നായി തിളച്ചോട്ടെ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഒരു ജ്യൂസ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലും ചൈന ഗ്രാസും അതിലോട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് റെഡി. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. നോക്കിയാൽ എൻ്റെ കൈയൊക്കെ റെഡ് കളറായി. നല്ല കളറുള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 തോടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.